Dear students, today we are discussing the administrative management, the process management, the administrative principles. Here generally we will term it as general management. The important contributory to general management is Henry Fayol. We know Henry Fayol is considered to be the father of management. He is the father of general management. He is the father of administrative management, etc. Okay, then according to Henry Fayol, what are the contributions of Henry Fayol? Henry Fayol has given mainly 3 contributions to management. One area is functions of management. What was the definition of management given by Henry Fayol? According to Fayol, to manage is, എന്തൊക്കെയായിരുന്നു ഡെഫിനേഷൻ പറഞ്ഞത്? ടു മാനേജ് ഈസ്, യെസ് പറയൂ. ടു മാനേജ് ഈസ് ടു ഫോർകാസ്റ്റ് ആൻഡ് പ്ലാൻ, ടു ഓർഗനൈസ്, ടു കമാൻഡ്, ടു കോഓർഡിനേറ്റ് ആൻഡ് ടു കൺട്രോൾ. സോ ഹി gave the definition by incorporating 5 functions of management. 5 മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ആണ് ഹെൻറി ഫയോളിൻ്റെ ഒന്നാമത്തെ കോൺട്രിബ്യൂഷൻ. ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. പ്ലാനിങ് അല്ലേ, പ്ലാൻ ഓഫ് ആക്ഷൻ ഉണ്ടാക്കുക, പ്ലാനിങ്, ഓർഗനൈസിങ്, നമ്മൾ ഇതൊക്കെ വളരെ ഡീറ്റെയിൽഡായി ഡിസ്കസ് ചെയ്യും. ഓക്കെ, കമാൻഡിങ് മീൻസ് എന്താണ്? ഗിവിങ് ഇൻസ്ട്രക്ഷൻ, വർക്കേഴ്സിനെ ലീഡ് ചെയ്യുക, അവർക്ക് കമാൻഡ്സ് കൊടുക്കുക, ഇൻസ്ട്രക്ഷൻ കൊടുക്കുക, വർക്ക് ചെയ്യിപ്പിക്കുക, മോട്ടിവേറ്റ് ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ടു കോർഡിനേറ്റ്, കോർഡിനേഷൻ വീനോ, സിങ്ക്രണൈസേഷൻ, കോഓർഡിനേഷൻ അല്ലേ, ഇൻ്റഗ്രേഷൻ, വ്യത്യസ്ത ഇൻഡിവിജ്വൽസിനെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളെയൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്യിപ്പിക്കുക, കൺട്രോളിങ് വീനോ. ഓക്കെ, ദീസ് ആർ ദ 5 ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. നമ്മളെപ്പോഴും വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് നമ്മളിപ്പോൾ ഏതാ പറയുക? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്. ഇതല്ല ഫയോളിൻ്റെ കോൺട്രിബ്യൂഷൻസ്. ഫയോളിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാനിങ്, ഓർഗനൈസിങ്, കമാൻഡിങ്, കോഓർഡിനേറ്റിംഗ് ആൻഡ് കൺട്രോളിങ്. ഇതാണ് ഫസ്റ്റ് ഏരിയ, ദ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് അല്ലേ. ഇതിന് റൂൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്നും കൂടി പറയാറുണ്ട്. റൂൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഫങ്ഷൻസ് തന്നെയാണ്. ഓക്കെ, ദെൻ സെക്കൻഡ് ഏരിയ ഈസ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് അല്ലേ. പ്രധാനപ്പെട്ട ഫയോളിൻ്റെ കോൺട്രിബ്യൂഷൻസ് ആണ് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. ഇതൊന്നും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. യു നോ ഇറ്റ് എവരിതിങ് എന്ന് വെച്ച് ഇവിടെ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറയാനും പറ്റില്ല. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ഹിയർ. ഇവിടെയും നമുക്ക് എക്സാമിനേഷൻ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ സിലബസിൻ്റെ പാർട്ടാണ്. ഇങ്ങനെയൊന്നും ഡീറ്റെയിൽഡ് പറയുന്നില്ല. നമുക്ക് ആദ്യം സിലബസിൽ ഒറ്റ വേർഡേ ഉപയോഗിക്കുന്നുള്ളൂ, സ്കൂൾസ് ഓഫ് മാനേജ്മെൻറ്റ് തോട്ട്, ഇവല്യൂഷൻ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട് എന്നാണ്. പക്ഷേ നമ്മളത് വളരെ ഡീറ്റെയിൽഡായി കവർ ചെയ്തേ പറ്റൂ. ഇങ്ങനെയാണ് നമ്മുടെ സിലബസിൻ്റെ ഒരു സ്ട്രക്ചർ. സോ എനിവേ, there are 14 principles given by Henry Fayol. You know it everything, but we are briefly going through this area. First one, division of labor. Division of labor means the task in an organization should be divided among the persons. എല്ലാവരും എല്ലാ ജോലിയും ചെയ്യുന്നതിന് പകരം it should be classified and assigned to different persons. Then it will lead to specialization. Division of labor ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലേ, എല്ലാ ടീച്ചേഴ്സും വന്ന് എല്ലാ വിഷയം എടുത്തു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. പകരം ഈച്ച് പേഴ്സൺ ഈസ് അസൈൻഡ് വിത്ത് ഈച്ച് പേപ്പർ, ദെൻ ദേ വിൽ ഗെറ്റ് സ്പെഷ്യലൈസ്ഡ് ഇൻ ദാറ്റ് ഏരിയ. ദെൻ സെക്കൻഡ് വൺ ഈസ് പാരിറ്റി ബിറ്റ്വീൻ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതോറിറ്റി ഈസ് ദ റൈറ്റ് ടു ഗിവ് ഓർഡേഴ്സ് ആൻഡ് പവർ ടു എക്സാക്ട് ഒബീഡിയൻസ്. റെസ്പോൺസിബിലിറ്റി ഈസ് ദ ഒബ്ലിഗേഷൻ ടു പെർഫോം ദ ടാസ്ക്. And this principle says that there should be parity between authority and responsibility. Parity means equality. There should be equality or balance between authority and responsibility. As per this principle, if a person is given some authority, he should be given some responsibility also. If a person is given a responsibility, he should be given സം അതോറിറ്റി ഓൾസോ. ഒരാൾക്ക് റെസ്പോൺസിബിലിറ്റി മാത്രം കൊടുത്താലൊന്നും ചെയ്യാൻ പറ്റില്ല, അതോറിറ്റി മാത്രം കൊടുക്കരുത്. ദർ ഷുഡ് ബി ബാലൻസ് ബിറ്റ്വീൻ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ദെൻ തേർഡ്, ഡിസിപ്ലിൻ. ദർ ഷുഡ് ബി ഡിസിപ്ലിൻ
in the organization. Discipline means obedience, respect of authority, respect of rules, etc. Okay, discipline should be there. Unity of command. Another principle is that, okay, you know it everything, but we are discussing for the sake of our syllabus. What is unity of command? Unity of command says that a subordinate should receive orders from only one superior at a time. ഒരു സബോർഡിനേറ്റിന് ഒരേ സമയം ഒരു സുപ്പീരിയറിൽ നിന്ന് മാത്രമേ എന്ത് കിട്ടാൻ പാടുള്ളൂ? ഓർഡേഴ്സ് കിട്ടാൻ പാടുള്ളൂ. എ സബോർഡിനേറ്റ് ഷുഡ് റിസീവ് ഓർഡേഴ്സ് ഫ്രം ഓൺലി വൺ സുപ്പീരിയർ അറ്റ് എ ടൈം. അതായത് ഈച്ച് സബോർഡിനേറ്റ് ഹാസ് ഓൺലി വൺ സുപ്പീരിയർ ഹു ഹാസ് ദ കമാൻഡ് ഓവർ ഹിം. ഈച്ച് സബോർഡിനേറ്റ് ഹാസ് വൺ സുപ്പീരിയർ ഹു ഹാവ് കമാൻഡ് ഓവർ ഹിം. ഒരേ സമയം കമാൻഡ് ചെയ്യാൻ ഒരു സുപ്പീരിയറേ പാടുന്നുള്ള വേറെ പ്രിൻസിപ്പിളാണ്. കമാൻഡ് ഒരു സുപ്പീരിയറിൽ നിന്ന് കിട്ടാനേ പാടുള്ളൂ, അല്ലേ? നമ്മൾ ഇതിനെ ഉപയോഗിക്കുന്ന വേർഡ് മിലിറ്ററി ടൈപ്പ് ഫോർമാൻ എന്നാണ്. മിലിറ്ററി ടൈപ്പ് ഫോർമാൻഷിപ്പ്, അതാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. മിലിറ്ററി ടൈപ്പ് ഫോർമാൻഷിപ്പ്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ വിത്തൗട്ട് നെക്സ്റ്റ് പ്രിൻസിപ്പിൾ, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ഇല്ലാതെ ഏത് സാധിക്കുകയില്ല? യൂണിറ്റി ഓഫ് കമാൻഡ് പോസിബിൾ അല്ല. സോ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ സേസ് ദാറ്റ് there should be only one head and one plan for a group having same objective. ഒരേ ഒബ്ജക്റ്റീവ് ഉള്ള ഒരു ഗ്രൂപ്പിന് ഒരു ഹെഡേ പാടുള്ളൂ, ഒരു സുപ്പീരിയറേ പാടുള്ളൂ, ഒരു പ്ലാനേ പാടുള്ളൂ, ഒരു ടാർഗറ്റേ പാടുള്ളൂ. ഇപ്പോൾ രണ്ടും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഒന്ന് പറയുന്നത് ഓർഡറിനെ കുറിച്ചാണ്. യൂണിറ്റി ഓഫ് കമാൻഡ് ഈസ് ഡീലിംഗ് വിത്ത് ഓർഡർ. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ഈസ് ഡീലിംഗ് വിത്ത് വൺ ഹെഡ് ആൻഡ് വൺ പ്ലാൻ. Okay, this is unity of direction, and unity of direction is possible without unity of command. യൂണിറ്റി ഓഫ് കമാൻഡ് ഇല്ലാതെ തന്നെ യൂണിറ്റി ഓഫ് ഡയറക്ഷൻ സാധ്യമാണ്, പക്ഷേ യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ഇല്ലാതെ യൂണിറ്റി ഓഫ് കമാൻഡ് പറ്റില്ല. ദെൻ നെക്സ്റ്റ്, റെമ്യൂണറേഷൻ ഓഫ് പേഴ്സണൽ. ദർ ഷുഡ് ബി റീസണബിൾ റെമ്യൂണറേഷൻ. The next, subordination of individual interest to group interest, common good. ഓക്കെ, നമ്മൾ രണ്ട് ഇൻട്രസ്റ്റുകളാണ് ഒരു വ്യക്തിക്ക് ഉണ്ടാവുക. ഒന്ന് അയാളുടെ സ്വന്തം താല്പര്യം, മറ്റൊന്ന് അയാൾ നിലകൊള്ളുന്ന ഗ്രൂപ്പിൻ്റെ താല്പര്യം. രണ്ട് ഇൻട്രസ്റ്റ് കൂടി വന്നു കഴിഞ്ഞാൽ വി ഹാവ് ടു ഗീവ് ഇമ്പോർട്ടൻസ് ടു ഗ്രൂപ്പ് ഇൻട്രസ്റ്റ്. ദാറ്റ് ഈസ് വി ഹാവ് ടു സബോർഡിനേറ്റ് അവർ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് പ്രൊട്ടക്റ്റിംഗ് ദി ഗ്രൂപ്പ് ഇൻട്രസ്റ്റ്. ദ നെക്സ്റ്റ്, സെൻട്രലൈസേഷൻ. സെൻട്രലൈസേഷൻ പറയുന്നത് ദർ ഷുഡ് ബി ഇക്വാളിറ്റി ബിറ്റ്വീൻ സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. വാട്ട് ഈസ് സെൻട്രലൈസേഷൻ? നമ്മളെല്ലാം ടോപ്പ് ലെവലിൽ കേന്ദ്രീകരിക്കുക. ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ ടോപ്പ് ലെവലിൽ കേന്ദ്രീകരിക്കുന്നതിനെയാണ് നമ്മൾ സെൻട്രലൈസേഷൻ എന്ന് പറയുക. ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ ഗീവ് മോർ ഇമ്പോർട്ടൻസ് ടു ദ ലോവർ ലെവൽ. ഓക്കെ, എവറിത്തിങ് വിച്ച് ഗീവ്സ് ഇമ്പോർട്ടൻസ് ടു അപ്പർ ലെവൽ ഈസ് കോൾഡ് സെൻട്രലൈസേഷൻ. Everything which gives importance to lower level is called decentralization. അല്ലെങ്കിൽ everything which goes to എന്താണ് reduce the importance of subordinates role is called centralization. Everything which goes to increase the importance of subordinate role is called decentralization. Anyway, there should be parity between this. Extreme centralization എന്ന് പറഞ്ഞാൽ ബ്യൂറോക്രസി എന്ന് പറയും, അല്ലേ? ഓട്ടോക്രസി എന്നൊക്കെ പറയും. എക്സ്ട്രീം ഡീസെൻട്രലൈസേഷനും സാധ്യമല്ല. അതിനെ നമ്മൾ ലേസസ് ഫെയർ, അല്ലേ, അങ്ങനെയാണ് പറയുക. തോന്നിയ പോലെ പോകുന്ന അവസ്ഥയാണ്. രണ്ടിനും ഇടയിലാവണം എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് ദ ഹൈറാർക്കി. ഹൈറാർക്കിയെ നമ്മൾ വിളിക്കുന്ന പേര് സ്കാലാർ ചെയിൻ എന്നാണ്. വാട്ട് ഈസ് സ്കാലാർ ചെയിൻ? ഇറ്റ് ഈസ് എ ചെയിൻ ഓഫ് സുപ്പീരിയേഴ്സ് റേഞ്ചിങ് ഫ്രം അൾട്ടിമേറ്റ് അതോറിറ്റി ടു ലോവർ ലെവൽസ്. ഇഫ് വി ഹാവ് ടു മേക്ക് കമ്മ്യൂണിക്കേഷൻ ഇറ്റ് ഷുഡ് pass through the scalar chain. Scalar chain is the chain of superiors ranging from ultimate authority to lower levels. The next, order. There should be an order for everything. Order രണ്ട് തരമുണ്ട്, material order and social order. Material order means right thing in the right place. Social order means right man in the right job. That is, there should be a place for everything and everything should be in its own place.
there should be a place for everyone and everyone should be in his own place, that is material and social order. ഇതാണ് ഓർഡർ. ദെൻ ഇക്വിറ്റി മീൻസ് ഇക്വാളിറ്റി അല്ലേ, ഇക്വാളിറ്റി തുല്യത എന്നുദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ 10 എംപ്ലോയി ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒരേ റെമ്യൂണറേഷൻ കൊടുക്കുന്നതിന് ഇക്വാളിറ്റി എന്ന് പറയില്ല, ഇക്വിറ്റി എന്ന് പറയില്ല. ഇക്വിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോ ഉണ്ട്. ഒരു ഓർഗനൈസേഷനിലേക്ക് ഒരാളിൽ നിന്ന് എന്തൊക്കെ ഇൻപുട്ട് കിട്ടുന്നുണ്ടോ അതിനനുസരിച്ച് അങ്ങോട്ട് അയാൾക്ക് കൊടുക്കുന്നതാണ്. അതല്ലാതെ എല്ലാവർക്കും ഒരേപോലെ കൊടുക്കുന്നതിന് ഇക്വാളിറ്റി എന്ന് പറയില്ല. ദെൻ നെക്സ്റ്റ് സ്റ്റെബിലിറ്റി ഇൻറ്റേർണൽ, സ്റ്റെബിലിറ്റി ഓഫ് സ്റ്റാഫ്, അതായത് എപ്പോഴും എംപ്ലോയീസിനെ എംപ്ലോയീസ് ഷുഡ് നോട്ട് ബി ഷിഫ്റ്റഡ് ഫ്രീക്വൻ്റ്ലി, ദർ ഷുഡ് ബി സ്റ്റെബിലിറ്റി, എംപ്ലോയി ടേൺ ഓവർ ഉണ്ടാവാൻ പാടില്ല. ദെൻ നെക്സ്റ്റ് ഇനീഷ്യേറ്റീവ് മാനേജ്മെൻറ്റ് ഇനീഷ്യേറ്റീവ് എടുക്കണമെന്നാണ് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് എസ്പിരിറ്റ് ഡി കോപ്സ്, നമുക്കറിയാം യൂണിയൻ ഈസ് സ്ട്രെങ്ത് എന്ന് പറയുന്നതാണ്. നമുക്കറിയാം ഇതൊരു ഫ്രഞ്ച് ടേമാണ്. കാരണം ഹെൻറി ഫയോൾ എന്ന് പറയുന്നത് നമുക്കറിയാം ഫ്രാൻസിൽ ജനിച്ച ആളാണ്. അയാൾ ഫ്രഞ്ച് മൈനിങ് കമ്പനിയിൽ വർക്ക് ചെയ്ത ആളാണ് അപ്പം അതുകൊണ്ട് തന്നെ അയാളുടെ പ്രധാന ബുക്കിൻ്റെ പേരെന്താ? ഫയോളിൻ്റെ ബുക്കിൻ്റെ പേര് എന്താണ്? ഒരു ഫ്രഞ്ചിലാണ് അയാൾ ആദ്യം എഴുതിയത്. അഡ്മിനിസ്ട്രേഷൻ ഇൻഡസ്ട്രിയലെ ജനറൽ 1916 എഴുതിയ ബുക്കിൻ്റെ പേരാണ് അഡ്മിനിസ്ട്രേഷൻ ഇൻഡസ്ട്രിയലെ ജനറൽ. അതിൻ്റെ ഇംഗ്ലീഷിലേക്ക് വന്നു കഴിഞ്ഞാൽ ജനറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ്. 1949 ആ ബുക്ക് ഇങ്ങോട്ട് മാറ്റിയത് 16 എഴുതിയ ബുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ജനറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ്. ഇയാളുടെ ഒരു സെൻറ്റർ ഉണ്ടായിരുന്നു മാനേജ്മെൻറ്റ് സ്റ്റഡീസിന്. അതിൻ്റെ പേരെന്താണ്? ഇറ്റ് ഈസ് കോൾഡ് സെൻറ്റർ ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റഡീസ് ഫ്രാൻസ്. ഇപ്പോൾ സെൻറ്റർ ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റഡീസ് ഫ്രാൻസ് ഇയാൾ വർക്ക് ചെയ്ത സ്ഥാപനങ്ങളുടെ പേരൊക്കെ ഒന്ന് ഓർത്തിരിക്കട്ടോ. ഫ്രഞ്ച് മൈനിങ് കമ്പനി. അതും കൂടാതെ ഒന്നുകൂടി ഉണ്ട്, കമൻഡറി എന്താണ് ഫോർ ചാമ്പൾട്ട് എന്ന് പറയുന്നൊരു സ്ഥാപനം കൂടി, കമൻഡറി ഫോർ ചാമ്പൾട്ട്. അതായത് ഇയാളാണ് ആദ്യമായിട്ട് MBA എന്ന് പറയുന്ന MBA കൃത്യമായിട്ട് ഇന്നാണ് പറഞ്ഞു തുടങ്ങിയത്. ശരിക്കും 1921 ഇയാൾ ഹാർവാർഡ് ബിസിനസ് സ്കൂള് ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഫ്രാൻസിൽ ആദ്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, സെൻറ്റർ ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റഡീസ് എന്ന് പറയുന്നൊരു സംഭവം, അത് മാനേജ്മെൻറ്റ് സ്റ്റഡീസിന് മാത്രം സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇന്ന് പറയുന്ന പേര് MBA എന്നാണ്. ആദ്യമായിട്ട് MBA തുടങ്ങുന്നത് 1921 ഹാർവാർഡ് ബിസിനസ് സ്കൂളിലാണ്. പക്ഷേ അതിന് മുമ്പ് തന്നെ ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, സെൻറ്റർ ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റഡീസ് ഫ്രാൻസ് എന്ന് പറയുന്ന സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിവേ ദീസ് ആർ ദ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് നമ്മൾ പറഞ്ഞു 3 കോൺട്രിബ്യൂഷൻസ് ആണ് ഫയോളിനുള്ളത്. ഒന്ന് എന്താണ്, ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് 5 എണ്ണം, 2 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് 14 എണ്ണം, ആൻഡ് ഓൾസോ 1 മോർ കോൺട്രിബ്യൂഷൻ 6 ആക്ടിവിറ്റീസ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ് ആയിട്ട് അയാൾ 6 ആക്ടിവിറ്റീസാണ് ഐഡൻറ്റിഫൈ ചെയ്തത്. ഏതൊക്കെയാണ്? ടെക്നിക്കൽ ആക്ടിവിറ്റീസ്, കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ്, ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ്, സെക്യൂരിറ്റി റിലേറ്റഡ് ആക്ടിവിറ്റീസ്, then accounting activities and managerial activities. So there are 3 contributions from Henry Fayol. ഓക്കെ, നമുക്ക് അവസാനിപ്പിക്കാം, വീഡിയോയുടെ ലെങ്ത്ത് കൂടി പോകുന്നുണ്ട്. അപ്പോൾ എനിവേ ഇതൊക്കെ യു ഷുഡ് റൈറ്റ് ഓൾ ദീസ് തിങ്സ് ഇൻ യുവർ നോട്ട്ബുക്ക്. ദർ ഷുഡ് ബി എ നോട്ട്ബുക്ക് ഫോർ ബിസിനസ് മാനേജ്മെൻറ്റ് ഫോർ യു. എ സെപ്പറേറ്റ് നോട്ട്ബുക്ക് ഷുഡ് ബി ദർ. നിങ്ങൾ വീട്ടിൽ നിന്ന് ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ കൊണ്ടു നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതിൽ കൃത്യമായി എഴുതുക. ഞാൻ ഇടയ്ക്കൊന്ന് വെരിഫൈ ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ നോട്ട് കീപ്പ് ചെയ്യുക. നമുക്കിനി യൂണിവേഴ്സിറ്റി എക്സാമിനേഷനും ഇതേപോലെ ഇടയ്ക്കങ്ങോട്ട് അനൗൺസ് ചെയ്ത് നടത്തുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റുഡൻറ്റും ടീച്ചറും 2 സ്ഥലത്തായതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കാതിരിക്കരുത്. ഇറ്റ് ഷുഡ് ബി ഡൺ ഓൺ എ ഡെയിലി ബേസിസ്. എനിവേ ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.